ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളരിക്കുണ്ട് കോളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണാൻ വന്നിരിക്കുന്ന രണ്ട് പേരെയാണ്. ഒരു അമ്മയും മോനെയാണ്. ആ അമ്മയും മോനെ നിങ്ങൾ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് ഞാനും അവരുടെ ബ്ലോഗും കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ഇടയ്ക്ക്. അത് ആരാ ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും അവർ ഇങ്ങോട്ട് നമുക്ക് കയറിപ്പോകാം വെള്ളോട്ട്. ഇതാണ് നമ്മുടെ മനോജ് മാധവൻ. ഞാൻ പറഞ്ഞു ഈ ആഴ്ച ഒരു ദിവസം വരും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പറയാതെ വന്നത്. നീ വരുന്നവരെപ്പോട്ട് ഞാനിവിടെ ഭക്ഷണം കഴിച്ചു. അമ്മ ഭക്ഷണം തന്നു, ഫോട്ടോ എടുത്തു. ഇതാണ് ഇവരുടെ കൊച്ചു വീട്. എനിക്ക് ഈ വീടാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഇവിടെ വന്നേ നല്ല സുഖമാണ്. ഇവിടെ നല്ലൊരു കാറ്റുണ്ടല്ലേ. പിന്നെ നമ്മള് സിറ്റൗട്ടിൽ നിന്ന് അധികം വീഡിയോ എടുക്കില്ല. അച്ഛന്റെ ഫോട്ടോ. ഇതാണ് മനോജ് അച്ഛൻ. അച്ഛന്റെ കുറെ ഓർമ്മയും കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അല്ലേ. അതെ അതെ, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ചെയ്ത് എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളെ വീഡിയോ എല്ലാം കാണുമ്പോഴേ. നമ്മുടെ ഇത്ര അടുത്തല്ലേ വെള്ളരിക്കുണ്ടല്ലേ എൻ്റെ കടുമേനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്നിട്ട് നിങ്ങളെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കൊല്ലാണ് പരിചയപ്പെട്ടത്. കൂടുതൽ മനീഷാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇന്ന പോലെ ബ്ലോഗ് ചെയ്യുന്ന ഒരു മനോജ് എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനീഷാണ് ഒരു തെയ്യത്തിന് പോയപ്പോൾ എന്നെ മനോജിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അന്ന് തൊട്ട് മനോജ് ഫോണിലിടുന്ന എല്ലാ വീഡിയോവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു കഴിയുമ്പോൾ നമുക്കും എത്ര അടുത്തുള്ള വീട്ടിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ഉത്സവത്തിന് അതെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ അതെയാ അതെ, അങ്ങനെ നിങ്ങള് അടുക്കള ഇങ്ങനത്തെ എടുക്കുന്ന വീഡിയോ അല്ല നമ്മൾ കൂടുതൽ കണ്ടത്. അമ്മ പാചകം ചെയ്യുന്നതും അല്ല. അപ്പം മനോജ് എന്ത് പണിയപ്പോ എടുക്കുന്നത്? ഷീറ്റിന്റെ പണി, സെൻട്രിങ് പണി ഇടക്കിടക്ക് അങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും. പിന്നെ പറമ്പിലെ പണി, എല്ലാ പണി അറിയാം. പിന്നെ പണി എല്ലാം എടുത്തിട്ടുണ്ട്. ടൈലിന്റെ പണി എടുത്തിട്ടുണ്ട്. ഇപ്പൊ എടുക്കുന്ന പണി ഉച്ചവരെ എടുക്കും, പിന്നെ വരും അല്ലേ. കറക്റ്റ് 1 മണിയാകുമ്പോൾ നിർത്തും വരും. അപ്പൊ എനിക്ക് വെള്ളരിക്കുണ്ട് വരെ ഇന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് ഇന്ന് പോയാലെന്താ എന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് വന്നത്, വിളിക്കാതെ. മനോജ് ഇവിടെ പണി കഴിഞ്ഞ് എത്തുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറച്ച് കയറ്റമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസം. അപ്പൊ എന്തായാലും മനോജിനും ഒരു ഫേസ്ബുക്കിൽ ഇപ്പൊ എനിക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും മനോജിന്റെ ഫേസ്ബുക്കിലെ